ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഒരു സൺഡേ വൈകുന്നേരം ഒരു 5:15 കൂടിയാണ് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതേതാണ് ഫോറസ്റ്റ് എന്നൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. അപ്പം നമ്മൾ വെറുതെ ഒരു ദിവസം വീക്കെൻഡ് എവിടെയെങ്കിലും ഒന്ന് പോകണമല്ലോ എന്ന് വെച്ചപ്പം നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ളൊരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് പോയാൽ കുറേ കൂടെ ഈ സമയമാണെങ്കിൽ അധികം എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള കാടായിട്ട് കാണില്ല, കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നടക്കാനും ഒക്കെ സൗകര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ജസ്റ്റ് ഒരു നേച്ചർ വോക്ക് പോലെ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റേ ഉള്ളൂ ഇവിടെ. ഇതിൻ്റെ പേര് ഷിംഗിൾ ക്രീക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്കൂടെ ഒരു അരുവിയുണ്ട്. അപ്പം അതാണ് ഈ ക്രീക്ക്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു നാച്ചുറൽ പ്രിസർവ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം വരുമ്പോൾ തന്നെ അവരതിൻ്റെ എന്തൊക്കെ ജീവികളുണ്ട്, എന്തൊക്കെ കാണാം എന്നൊക്കെ ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വരുമ്പോൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വെച്ചു ഉള്ളിലോട്ട് പോകുമ്പോൾ കുറേ പേര് കാണും എന്നൊക്കെ വിചാരിച്ചു. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ചെറിയൊരു അരുവി നമുക്ക് അവിടെ കാണാം. അപ്പം നല്ല രസമാണ്. ഈ പാലം അടിപൊളിയാണ്. അപ്പം അവിടെ വന്നപ്പോൾ തന്നെ മോൾക്ക് ആ ഒരു പാലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. ഈ ഒരു പാലത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. നമ്മളൊരു കാട്ടിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പം ചേട്ടൻ വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ നിർബന്ധിച്ച് വീഡിയോയ്ക്കകത്ത് കയറ്റിയതാണ്. അപ്പം നല്ല രസമുണ്ട്. അപ്പം ഈ ഒരു പാലം ചെന്നിട്ട് പല സൈഡിലോട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും. അപ്പം നമ്മുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാർ ഈ ഒരു ലെഫ്റ്റിലെ വഴി കൂടെ അങ്ങോട്ട് പോയി. അപ്പം അവരെന്തോ വീഡിയോ ഷൂട്ടിങ് എന്തോ ഫോട്ടോഗ്രാഫിക്കൊക്കെയാണ് വന്നത്. അപ്പം അതിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല അടിപൊളിയാണ്. അതെ, ഇതാണ് ആ ഒരു ചെറിയ അരുവി എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ അരുവി എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം കാണാൻ പറ്റും. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു അരുവിയായിരുന്നു ഇത്. ഇത് കാണുമ്പോൾ എനിക്കെന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചില പടങ്ങളൊക്കെ ഇല്ലേ, ഡ്രോയിങ്സൊക്കെ, ഒരരുവി, അതിൻ്റെ മുകളിൽ കൂടെ ഒരു തടി കൊണ്ടുള്ള ഒരു പാലം, അതൊക്കെ ഒരു ഡ്രോയിങ്സിൽ കാണത്തില്ലേ നമ്മൾ, അതുപോലെ ഉണ്ടായിരുന്നു അത് കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം തീരെ അനക്കമില്ലാത്ത വെള്ളമാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അത് ചെറിയ രീതിയിൽ ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നപ്പോഴാണ് ഇനി നമ്മൾ വേറൊരു പാത്തിലോട്ട് പോവാം. അവിടെ നമ്മുടെ ഈ തടി കൊണ്ടുള്ള പാലം ഇല്ല. നമ്മൾ ജസ്റ്റ് നടന്നു പോകണമായിരുന്നു. പക്ഷേ അവിടെ നടക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ വരാൻ തുടങ്ങും. കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുമ്പേ പറഞ്ഞ ആൾക്കാരൊക്കെ അങ്ങ് പോയി. അപ്പം മോളെ കൊണ്ട് ഇങ്ങനെ ഒരു കാട്ടിക്കൂടെ ഇങ്ങനെ നടക്കുന്നത് അത്ര ഇതല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു, എന്നിട്ട് നമ്മൾ അങ്ങ് തിരിച്ചു വന്നു. പക്ഷേ ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. നമ്മളൊരു ശരിക്കും എന്താ പറയുക, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് പറ്റുന്നൊരു ഫീലിംഗ് ഒക്കെ ഇല്ലേ, അതുണ്ടായിരുന്നു. ഈ വെള്ളത്തിനകത്ത് കുറേ ഈ കൊക്കുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും ഇപ്പോഴും ഫ്ലോറിഡയിൽ ഇവിടെ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. എന്നിട്ട് പോലും അതിനകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ മൃഗങ്ങളൊക്കെ വന്ന് ഇവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ഒരു മരങ്ങളുടെയൊക്കെ ഹൈറ്റ് ഉണ്ടോ, ഭയങ്കര ഹൈറ്റാണ് ഇതിൻ്റെ മരങ്ങളൊക്കെ. അത് അടിപൊളിയായിരുന്നു. ഈ ഒരു ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? നമ്മളിങ്ങനെ അതിനകത്ത് നിന്ന് ഊതിയിട്ട് അപ്പൂപ്പന്താടി പോലെ കൊണ്ടുവരുന്നു. അങ്ങനത്തെ കുറേ ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ ഈ ഒരു വെള്ളത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു.
നല്ല ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അതിൻ്റെ അകത്ത് കൊച്ചു കൊച്ചു മീനുകളൊക്കെ ഓടി കളിക്കുന്നതും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക്, അതായത് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് പേടിക്കും. നമുക്ക് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും. നല്ല രസമുണ്ടായിരുന്നു. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്താ പറയുന്നത്, അതിൻ്റെ ആ ഒരു കാടിൻ്റെ സൗണ്ടും പിന്നെ അരുവിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു ചെറിയൊരു അരുവി. ഇത് ആ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അതൊരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ ആ ഒരു ബാക്ക് സൈഡായിട്ട് വരും ഈ ഒരു നാച്ചുറൽ പ്രിസർവ്. അപ്പോൾ ഇതിന് ഒർലാൻഡോയുടെ എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ്സൊക്കെ മുകളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുള്ളൂ, ഒരു 1/4 മണിക്കൂർ അത്രേ സ്പെൻഡ് ചെയ്തുള്ളൂ. അപ്പം മോൾക്ക് അവൾ വരുന്നില്ലായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിഷമിച്ച് ഒക്കെ കണ്ടോ, ഭയങ്കര സങ്കടമായിരുന്നു അവിടെ നിന്ന് വരാൻ. അവൾക്ക് ആ ഒരു പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്കിങ്ങനെ നടക്കാനും ഈ ഒരു പ്രകൃതിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഒരുവിധമൊക്കെ ഞാൻ കൺവിൻസ് ചെയ്ത് അവളെ കാറിൽ കയറ്റി. പക്ഷേ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ വാങ്ങിത്തരാം വാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുവിധമൊക്കെ കാറിൽ കയറ്റി ഇരുത്തി. എന്നാൽ ആൾക്ക് അത്ര സന്തോഷമൊന്നും ഇല്ലായിരുന്നു. അവിടെ തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് ആ സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ടില്ല. എനിക്കൊന്ന് അവധി ദിവസങ്ങളിൽ മാത്രം സ്കൂൾ ക്ലോസ് ചെയ്തിട്ടുള്ള ദിവസം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ ഇങ്ങോട്ടുള്ള എൻട്രി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഇനി നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചു. മോസ്റ്റ്ലി ഇവിടെയുള്ള ഷോപ്പിംഗ് എല്ലാം ഇതുപോലെ ഒരു കോംപ്ലക്സിനകത്തായിരിക്കും. ഇതിനകത്തോട്ട് കയറി അതിൻ്റെ എന്തെങ്കിലും നടുക്കുണ്ട്, അവിടെ നമുക്ക് പാർക്കിംഗ് ഒക്കെ ചെയ്യാം. പാർക്കിംഗ് ചെയ്ത് അതിൻ്റെ ചുറ്റിനും ഇതേപോലെ നമുക്ക് ഷോപ്പിംഗ് മോളുകളും ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെ പോകാൻ പറ്റും. അപ്പം ഞങ്ങൾ ഈ റോസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് വന്നത്. 7 മണി കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോൾ. പക്ഷെ അപ്പോഴും തീരെ ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഏകദേശം ഒരു രാത്രി 8-8:30 ആവും നല്ലോണം ഇരുട്ടാൻ. അതുവരെ നല്ല വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിലാണ് ഇറങ്ങാറ്. കാരണം ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പം ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും എല്ലാ ആൾക്കാരും ഇറങ്ങുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഷോപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നമുക്ക് വീട്ടിലിടുന്ന സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ ഇത് അടിപൊളി ഒരു ഷോപ്പാണ്. കുറേ ഉണ്ടായിരുന്നു, ഇതാണ്. പക്ഷെ നമ്മൾ നോക്കി എടുക്കണം, അങ്ങനൊരു പ്രശ്നമുണ്ട്. കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമുക്ക് വാങ്ങിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ക്ലിപ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്കതൊന്നും വേണ്ട, അവൾക്കിങ്ങനെ ചാടി നടക്കണം, അതാണ് അവൾക്കിഷ്ടം. അപ്പം അവിടെ ഏതോ കണ്ട ഒരു റിങ് ഒക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ പോകുന്നിടം വരെ വെറുതെ വഴക്ക് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് പോകുമ്പോൾ നമ്മളതങ്ങ് മാറ്റും, അതുവരെ ആ കയ്യിലിരുന്നോട്ടെ എന്ന് വെച്ചു. അപ്പം ഡ്രസ്സൊക്കെ എടുക്കാനും പോയിട്ട് അവൾക്ക് ഡ്രസ്സൊന്നും വേണ്ട, അവൾക്ക് ആ റിങ്ങിൽ കളിച്ചാൽ മാത്രം മതി. അതാണ് അവളുടെ ഒരു സ്റ്റൈൽ. അപ്പം ഇതേ കണ്ടില്ലേ, കുട്ടികൾ എല്ലാം ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും കുറേ ഉണ്ടായിരുന്നു. വീട്ടിലിടാൻ മാത്രമല്ല കേട്ടോ, അല്ലാത്ത ഡ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. ജെൻസിൻ്റെയൊക്കെ നല്ല കുറേ ഇതുണ്ടായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ മോളെ കൊണ്ട് കടയിൽ വന്നാലുള്ള പ്രശ്നം. അവൾ അവിടെ ഓടിക്കളിക്കും. അവൾക്ക് ഇതിലെ കൂടി ഇങ്ങനെ ഓടിക്കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവളെ ഒന്ന് കൺവിൻസ് ചെയ്ത് ഒരിടത്ത് ഇരുത്താന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്.
ഒരുവിധം ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഷോപ്പിംഗ് തീർത്ത് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയപ്പോഴും നല്ല വെളിച്ചം, ഒരു 7:30 കഴിഞ്ഞു, 7:30 8:06 എന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും നല്ല വെട്ടം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ബിൽഡിങ്ങിൻ്റെ സെക്ഷനിൽ അവളെ കൊണ്ടുപോയാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം അതിൻ്റെ സൈഡിലൊക്കെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ, അതെല്ലാം അവൾക്ക് വേണം. അതുകൊണ്ട് ബില്ലിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഞാനിങ്ങനെ വെളിയിലിറങ്ങും, പിന്നെ ചേട്ടൻ ബില്ല് ചെയ്തിട്ട് ഇറങ്ങി വരും, അതാണ് പതിവ്. അപ്പോൾ അവിടെ ബില്ല് ചെയ്യുന്ന സമയത്ത് അവൾ ഇതിലെ കൂടെ ഇങ്ങനെ നടന്നൊക്കെ കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ കാറിൽ പോയിരിക്കും, എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ കുറച്ച് നേരം ഇവരെ ഒന്ന് ഇതാക്കി ഇരുത്താൻ ഭയങ്കര പാടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേ സ്ഥലത്ത് പോയി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.